Hi children, welcome back to my channel LKL Star Maths Class in the CBSE 10th standard 5th chapter arithmetic progression exercise 5.1 third question ആണ് നമ്മളത് ചെയ്യാൻ പോകുന്നത് കണ്ടോ. For the following APs write the first term and the common differences. അപ്പോൾ നമ്മൾക്ക് നോക്കിയാൽ കുറച്ച് AP തന്നിട്ടുണ്ട്, കുറച്ച് ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേം എടുത്ത് എഴുതുക. ദെൻ ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ഓർ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എല്ലാം ഒരേ ഡിഫറൻസ് തന്നെ നമുക്ക് കിട്ടുന്നത്. സോ അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുക, കോമൺ ഡിഫറൻസ് എന്ന് പറയുക. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആരാണ്, കണ്ടോ ഫസ്റ്റ് ടേം എഴുതാൻ പറഞ്ഞു. സോ ഫസ്റ്റ് ടേം ഇത് തന്നെയാണ്. നമുക്ക് നോക്കാം അല്ലേ. ആ ക്വസ്റ്റ്യൻ ഞാനെടുത്തിവിടെ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതിലെ ഫസ്റ്റ് ടേം ഈ ആദ്യം കാണുന്ന ആ ഒരു നമ്പർ തന്നെയാണ്. ദെൻ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് ഇതിനെ സബ്ട്രാക്ട് ചെയ്യുക, വിച്ച് മീൻസ് വാട്ട്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. കണ്ടോ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ സെക്കൻഡ് ടേം ആരായിരുന്നു, 1 ആണ്. ഫസ്റ്റ് ടേം ആരാണ്, 3 ആണ്. സോ ഇത് മൈനസ് ഇതിലുള്ളതാണ് കേട്ടോ. സോ 1 - 3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആയിരിക്കും കിട്ടുക. പക്ഷേ ഇതിൻ്റെ മുന്നിലൊരു നെഗറ്റീവ് സൈൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ വലിയ നമ്പർ ആരാ, 3 ആണ്. 3ൻ്റെ മുന്നിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ മൈനസ് സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ആൻസറിനും അത് തന്നെ കൊടുക്കുക. ക്ലിയർ ആയല്ലോ. നമുക്ക് 4 ടേം ഉണ്ടല്ലോ. സോ അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം, ഒരേ കോമൺ ഡിഫറൻസ് ആണോ കിട്ടുന്നതെന്ന് അറിയാം. ക്ലിയർ. ദെൻ ഇനി നമുക്ക് എന്ത് എഴുതാം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. കണ്ടോ, ഇവിടെ എന്താ ചെയ്തത്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ ഇവിടെ വരുമ്പോൾ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. കണ്ടോ, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, -1 - 1. ഉണ്ടോ, 2 ടേം മൈനസോ വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുക, ആഡ് ചെയ്തിട്ട് ആ മൈനസ് സൈൻ ഇവിടെ കൊടുക്കും. കണ്ടോ, 1 2 ആണല്ലേ. സോ 2 കിട്ടി. പിന്നെ ഇതിൽ 2 നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുക. സോ അവിടെ ഓൾസോ നമുക്ക് എന്താ കിട്ടിയത്, -2 തന്നെയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. അതായത് ഇതാ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. കണ്ടോ, സോ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഫോർത്ത് ടേം -3 ആണ്. ദെൻ മൈനസ് -1. എന്താണ് -1, തേർഡ് ടേം -1 ആണ്. അപ്പോൾ 2 നെഗറ്റീവ് സൈൻ അടുപ്പിച്ച് വന്നാൽ നോക്കിയേ, ഈ -3 അങ്ങനെ തന്നെ എടുത്തെഴുതി. ഈ 2 നെഗറ്റീവ് സൈൻ അടുപ്പിച്ച് വരുമ്പോൾ എന്തായി, പ്ലസ് ആയി. സോ +1. ക്ലിയർ ആയില്ലേ. സോ -3യും +1ഉം ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്, ദാ എഗെയിൻ നമുക്ക് എത്രയാണ് കിട്ടിയത്, -2 തന്നെ കിട്ടി. ഇവിടെ വലിയ നമ്പർ ആരാ, 3 ആണ്. 3ൻ്റെ മുന്നിൽ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ആൻസറിൽ മൈനസ് സൈൻ കിട്ടി. നോക്കിയേ, നമ്മുടെ കോമൺ ഡിഫറൻസ് എന്താ കിട്ടിയിരിക്കുന്നത്, -2. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിനി ധൈര്യമായിട്ട് എഴുതാം അല്ലേ. കോമൺ ഡിഫറൻസ് എത്രയാണ്, -2. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. ദോർഫോർ ഫസ്റ്റ് ടേം 3, ദെൻ കോമൺ ഡിഫറൻസ് എത്രയാണ്, -2. ക്ലിയർ ആയില്ലേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. ഇതാണ് കേട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കണ്ടോ, -5 -1 3 7 ദെൻ കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടേം ആദ്യം കിടക്കുന്ന നമ്പർ തന്നെ എടുത്തെഴുതുക. നെഗറ്റീവിനെ മറക്കരുത്, നെഗറ്റീവിന് പ്രാധാന്യമുള്ളതാണ്. സോ -5 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. ദെൻ കോമൺ ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ എങ്ങനെ ചെയ്യുക, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ക്ലിയർ ആയല്ലോ. സോ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. കണ്ടോ, ഇതാണ് സെക്കൻഡ് ടേം. ഇത് -1ഉം -5ഉം. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാം. -5 മൈനസ് -1 മൈനസ് -5. ക്ലിയർ ആയില്ലേ. അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് -1 ആണ്. ദെൻ ഈ മൈനസ് ആണ് ഇവിടെ ഇട്ടിട്ടുള്ള. ഈ -5 എവിടെ നിന്നാണ്, ഇതാ ഫസ്റ്റ് ടേമിൽ ഒരു -5 കിടക്കുന്നത്. സോ അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇനിയോ -1, ഈ 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ അതെന്താവും, പ്ലസ് ആവും. ക്ലിയർ. സോ -1 + 5 വിച്ച് മീൻസ് വാട്ട്, 4. കണ്ടോ, നെഗറ്റീവും പോസിറ്റീവും കൂടെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സബ്ട്രാക്റ്റ് അല്ലേ ചെയ്യുക, റെഡ്യൂസ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ കുറയ്ക്കും. സോ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 4. ഇവിടെ 1 ആണ് സ്മോളസ്റ്റ് നമ്പർ. സോ 1ൻ്റെ മുന്നിൽ നെഗറ്റീവ് സൈനാണ്, അത് നമുക്ക് എടുക്കേണ്ട. നമ്മുടെ ഗ്രേറ്റർ നമ്പർ ആരാ, 5 ആണ്. 5ൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, പോസിറ്റീവ് ആണെന്നാണ്. ക്ലിയർ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. സോ തേർഡ് ടേം 3 ആണ്, സെക്കൻഡ് ടേം എന്താണ്, -1 ആണ്. കണ്ടോ, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അതേപോലെ 3 എഴുതി മൈനസ്, ദെൻ സെക്കൻഡ് ടേം -1 ആണ്. സോ -1 അവിടെ എഴുതി. ഇനി നോക്കിയേ 3, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു മൈനസ് അടുപ്പിച്ച് വന്ന് എന്തായി, പ്ലസ് ആയി 1. സോ 3 + 1 4. ഉണ്ടോ, അഗെയിൻ വി ഗോട്ട് 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം. കണ്ടോ, ഫോർത്ത് ടേം
മൈനസ് തേർഡ് ടേം. സോ ഫോർത്ത് ടേം 7 ആണ്. ദെൻ തേർഡ് ടേം എത്രയാണ്? 5 ആണ്. സോ 7 മൈനസ് 3 എന്ത് കിട്ടി നമുക്ക്? 4. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എത്രയാണ്? കോമൺ ഡിഫറൻസ് 4 കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം therefore ഫസ്റ്റ് ടേം ഈക്വൽ ടു -5 ആൻഡ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 4. ക്ലിയർ?